ബാക്കിയുണ്ടായിരുന്ന 4 സീറ്റുകളിൽ കൂടി ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ കേരളത്തിൽ മത്സര ചിത്രം തെളിഞ്ഞു. 20-ൽ 20 നേടുമെന്ന് എൽ.ഡി.എഫും യു.ഡി.എഫും അവകാശപ്പെടുമ്പോൾ ഒരു സീറ്റെങ്കിലും നേടി മാനം കാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ബി.ജെ.പി. കെ ആർ സാജു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിശ്ചയിക്കുന്നു. സാജു, ഇന്നലെ ബി.ജെ.പി. എൻ.ഡി.എയുടെ അവസാനത്തെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടെ മത്സരചിത്രം പൂർണ്ണമായി തെളിഞ്ഞിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മത്സര രംഗത്തേക്കുള്ള കെ സുരേന്ദ്രൻ്റെ എൻട്രിയാണ്. ഇതേക്കുറിച്ച് എന്താണ് ബി.ജെ.പിക്കാർ പറയുന്നത്? അജിംസ്, ഇന്നലെ ബി.ജെ.പിയുടെ അജിംസ് സൂചിപ്പിച്ചതുപോലെ തന്നെ 4 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടുകൂടി മത്സര ചിത്രം പൂർണ്ണവും വ്യക്തവുമാണ്. അതിലേറ്റവും ഒരു സർപ്രൈസ് എൻട്രി എന്ന് വേണമെങ്കിൽ പറയാവുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ ബി.ജെ.പി. അവരുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ മത്സരരംഗത്ത് ഇറക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കെ സുരേന്ദ്രന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അല്ലെങ്കിൽ ആ ചർച്ചകൾ നടക്കുന്ന സമയം തൊട്ട് നമ്മൾ പരിശോധിച്ചാൽ താൻ മത്സരിക്കാനില്ല, പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട ആളാണ് എന്ന നിലയിലുള്ള പ്രതികരണങ്ങളാണ് ലഭിച്ചിരുന്നത്. എന്നാൽ അവസാനം കേന്ദ്ര നേതൃത്വം ഇപ്പോൾ കെ സുരേന്ദ്രനെയാണ് വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ഇതിന് കേരളത്തിൽ എന്തെങ്കിലും പ്രതിഫലനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല കേന്ദ്ര നേതൃത്വം അങ്ങനെ ചെയ്തിരിക്കുന്നത്. അവർക്ക് രാഹുൽ ഗാന്ധിക്കെതിരെ കേരളത്തിൽ രാഹുൽ ഗാന്ധി 4 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച മണ്ഡലത്തിൽ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ പോരിനിറക്കിയാണ് എന്ന സന്ദേശം മറ്റിടങ്ങളിൽ നൽകാൻ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിത്വമാണ് ഇത് എന്നാണ് കേരളത്തിലെ നേതാക്കൾ തന്നെ വിലയിരുത്തുന്നത്. അതിനപ്പുറമൊന്നും ഈ സ്ഥാനാർത്ഥിത്വം കൊണ്ട് സുരേന്ദ്രനോ ബി.ജെ.പിക്കോ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെ അവർ കരുതുന്നു. കാരണം 1 ലക്ഷത്തിൽ താഴെ വോട്ടുകൾ മാത്രം ഉള്ള മണ്ഡലമാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വയനാട് പാർലമെന്റ് മണ്ഡലം എന്നുള്ളത്. അതിൽ വലിയ മുന്നേറ്റമൊന്നും സൃഷ്ടിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ല എന്നാണ് പഴയകാല കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാനും കഴിയുന്നത്. സ്വാഭാവികമായും ഇതൊരു സന്ദേശം നൽകലാണ്. കേരളത്തിന് പുറത്ത് ചില പ്രചാരണങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുന്നു എന്ന പ്രചാരണങ്ങളൊക്കെ നടത്താൻ വേണ്ടിയുള്ള ഒരായുധം എന്ന നിലയ്ക്ക് മാത്രമാണ് അതിനെ സംസ്ഥാനത്തെ ബി.ജെ.പി. നേതാക്കൾ പോലും കരുതുന്നത്. അതേസമയം സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എത്ര തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, എത്രയിടത്ത് മാറി മാറി മത്സരിച്ചു, അവിടെയൊക്കെ തോൽവി അറിഞ്ഞ ഒരാൾ സ്വാഭാവികമായും ഇനി കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ട ഒരു മണ്ഡലത്തിലേക്ക് പോരിന് പോകുന്നു സംസ്ഥാന അധ്യക്ഷനായിട്ടും എന്ന അവസ്ഥ കൂടി ഉണ്ട് എന്ന് അത് നമ്മൾ കാണാതെ പോരുത്. പക്ഷേ പ്രചാരണം ചിത്രം വ്യക്തമായതോടുകൂടി നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് 40 ദിവസമുണ്ടായിരുന്നു കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ. സ്വാഭാവികമായും ഇപ്പോൾ ചിത്രം വ്യക്തമാകുമ്പോൾ ഇനി 1 മാസക്കാലം ബാക്കിയുണ്ട്. അതിനാൽ തന്നെ ആദ്യത്തെ മന്ദഗതിയിലായ പ്രചരണം ഒന്ന് ഊർജിതമാകും. പലയിടത്തും സ്ഥാനാർത്ഥികൾ എൽ.ഡി.എഫിന്റെയും യു.ഡി.എഫിന്റെയൊക്കെ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചതിനാൽ അവർ ആദ്യഘട്ടത്തിൽ കൂടിക്കാഴ്ചകളിലൂടെയും ചില റോഡ് ഷോകളിലൂടെയുമൊക്കെ ആയിരുന്നു പോയിരുന്നത്. ഇനി സ്ഥാനാർത്ഥി പര്യടനം ഔദ്യോഗികമായി പലയിടത്തും തുടങ്ങുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രചരണം ഊർജിതമാകും എന്നാണ് കരുതുന്നത്. പക്ഷേ ഈ ഇത്രയും ദിവസമുള്ളപ്പോഴും വാക്പോരിനൊന്നും ഈ പ്രചാരണ രംഗത്ത് ഒരു കുറവുമില്ല. CAA വിരുദ്ധതയിൽ ആരാണ് മുന്നിൽ എന്ന കാര്യത്തിലുള്ള മത്സരം ഇപ്പോഴും തുടരുകയാണ്. മുഖ്യമന്ത്രി എത്തി തന്നെയുള്ള കൺവെൻഷനുകൾ, CAA വിരുദ്ധ സമ്മേളനങ്ങൾ നടത്തിയാണ് ഇടതുമുന്നണി അതിൻ്റെ പ്രചാരണവുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മറുഭാഗത്ത് UDF ആകട്ടെ ഈ കാണിക്കുന്ന LDFിൻ്റെ CAA വിരുദ്ധതയിലൊന്നും വലിയ ആത്മാർത്ഥതയില്ല എന്ന വാദമുയർത്തിക്കൊണ്ടുള്ള പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഇതോടൊപ്പം BJPയുമായി ബന്ധമുള്ളത് ആർക്കാണ് എന്നതിനെ ചൊല്ലിയുള്ള പോരും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഒപ്പം അതിനിടയിലാണ് AK ബാലന്റെ വായിൽ നിന്നും പൊട്ടിവീണ ഒരു വാചകം, ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര വോട്ടുകൾ നേടിയില്ലെങ്കിൽ കമ്മീഷൻ പറയുന്ന ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും, ഈനാമ്പേച്ചിയും മരപ്പെട്ടിയൊക്കെ അനുവദിച്ചു കളയും എന്ന നിലയിലുള്ള പരാമർശമുണ്ടായത്. അതിനെയും UDF ആയുധമാക്കുന്നത് കണ്ടു. ഈ തെരഞ്ഞെടുപ്പിൽ LDF മത്സരിക്കുന്നത് വിജയിക്കാനല്ല, വോട്ടുകൾ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് അവരുടെ ദേശീയ പാർട്ടി പദവി ചിഹ്നവുമൊക്കെ നഷ്ടപ്പെടാതിരിക്കാനുള്ള വേണ്ടിയുള്ള മത്സരം മാത്രമാണ് നടത്തുന്നതെന്ന് പരിഹസിച്ചുകൊണ്ട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനുമൊക്കെ വരുന്നതാണ് കണ്ടത്. ഇങ്ങനെ ഓരോ ദിവസവും പ്രചരണ വിഷയങ്ങളും മാറി മാറി വരുന്നുണ്ട്. നേതാക്കളുടെ വാക്പോരുകൾ കൂടുതൽ രൂക്ഷമാകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അജിംസ്, ശരി, KR സാജാണ് വിവരങ്ങൾ നൽകിയത്.